السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله أهل الصدق والوفاء. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനികളെ, മഹത്തായ ഒരു മജ്‌ലിസിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ദിക്റ് ദുആ മജ്‌ലിസ്. സ്വലാത്ത്, ദിക്റ്, തസ്ബീഹ്, തഖ്ദീസ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ അതിവിപുലമായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു വലിയ സന്തോഷകരം തന്നെ. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തരം മജ്‌ലിസുകൾ സജീവമായി നമ്മുടെ കേരളത്തിൽ അത് വളരെ സന്തോഷത്തോടുകൂടെ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും സഹോദരന്മാർ, സഹോദരിമാർ, കുട്ടികൾ, യുവാക്കൾ എല്ലാവരും ഒരുപോലെ പങ്കെടുക്കുന്ന ഒരു മഹനീയമായ ദിക്റിന്റെ മജ്‌ലിസ്. അത് നമ്മുടെ നാട്ടിൻ്റെയും എന്നെല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ഒരു വലിയ പുരോഗതിയുടെ സഹായകമാണ് എന്ന് ഈ അവസരത്തിൽ നാം ആദ്യമായി മനസ്സിലാക്കണം. നമുക്കൊരുപാട് കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. മുസ്ലിം സമുദായം അങ്ങനെയാണല്ലോ. ഒരു ശ്വാസം പോലും നമുക്ക് വെറുതെ വിട്ടുകൊടുക്കാൻ പാടില്ലാത്ത ഒരു നിർദ്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ചലനങ്ങളും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന വഴിയിലൂടെ മാത്രമേ ചലിപ്പിക്കാവൂ. ദിശ തെറ്റാതെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ബാധ്യത നമുക്കെല്ലാം ഉണ്ട്. അങ്ങനെയെല്ലാം ആകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് സംശയം തോന്നിയേക്കാം, ഓരോ സമയത്തും അല്ലാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കൽ എങ്ങനെ? അത് വലിയ പ്രയാസമുള്ള കാര്യമാണല്ലോ. വലിയ മഹാന്മാരായ ഔലിയാക്കൾ ഏറ്റെടുത്ത ആ ഒരു സ്വഭാവം നമുക്ക് എങ്ങനെ നടപ്പിൽ വരുത്താൻ പറ്റും എന്നിങ്ങനെ സ്വാഭാവികമായ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിന് നമുക്ക് മറുപടി പറയാം. നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ ചലനങ്ങളും ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ദിനചര്യകളിൽപ്പെട്ട ഒന്നാണല്ലോ ഭക്ഷണം കഴിക്കൽ. ഈ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിന് വരെ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് നമുക്ക് പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയും. നമ്മളതിനെപ്പറ്റി പഠിക്കണം. നമുക്കൊരു ബോധമുണ്ടാകണം. നമ്മുടെ ആരോഗ്യം നിലനിർത്താനും നമ്മൾ സാധാരണ നമ്മുടെ ശരീരത്തിന്റെ പുഷ്ടി നിലനിർത്താനും വേണ്ടിയുള്ള ഈ ശരീരത്തിന്റെ ബോഡിക്കുള്ള ഈ ഭക്ഷണം കഴിക്കലും അല്ലാഹുവിന്റെ ഇബാദത്തായി നമുക്ക് പൂർണ്ണമായ ഇബാദത്തായി എടുക്കാൻ കഴിയും. പക്ഷെ എന്ത് വേണം? ലാക്കിൻ ഇദാ നഹവാ ബി അക്ലിഹിൽ ഖുവ
ലി ത്വാഅത്തില്ലാഹി ലഹു മാ ഖദ് നവാ. ഈ കഴിക്കുന്ന ഭക്ഷണം ഇത് അല്ലാഹുവിനെ ഇബാദത്തെടുക്കാനുള്ള ആരോഗ്യം എനിക്ക് നിലനിർത്താനാണ് എന്ന് കരുതിക്കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം കഴിക്കുന്നതിനും അല്ലാഹുവിന്റെ പക്കൽ നിന്ന് പ്രതിഫലമുണ്ടാകും. എന്റെ ചുമതല അല്ലാഹുവിനെ ഇബാദത്തെടുക്കലാണെങ്കിൽ ആ ഇബാദത്തിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി ശരീരത്തിന്റെ പൂർണ്ണ ആരോഗ്യം നിലനിന്ന് കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ബിസ്മില്ലാഹി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭക്ഷണം കഴിച്ചാൽ ഈ ഭക്ഷണം കഴിക്കുന്നതിനും അത് പാകം ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരില്ലേ, അതിന് വേണ്ടി അധ്വാനിക്കുന്ന ഉപ്പയും അതല്ലെങ്കിൽ വീട്ടിന്റെ നേതാക്കന്മാർ, ആ പ്രശ്നങ്ങളെല്ലാം അതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ളതിനെല്ലാം തന്നെ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയും. കാരണം നമ്മുടെ ഉദ്ദേശം ലക്ഷ്യം അതാണല്ലോ. വെറും ആരോഗ്യവാനാകാൻ മാത്രമല്ല, അല്ലാഹുവിനെ ഇബാദത്തെടുക്കാൻ വേണ്ടി ഒരു നല്ല തന്റെ ഇടമുള്ള ശരീരത്തിന്റെ നല്ല അതിൻ്റെതായ ആരോഗ്യവും അതിന്റെ ചലനങ്ങളും എല്ലാം അല്ലാഹുവിന്റെ തൃപ്തിയുള്ള പാതയിലൂടെ മാത്രം ചലിപ്പിക്കാനുള്ള ഒരു സംവിധാനം നിലനിൽക്കാൻ വേണ്ടി എന്ന് കരുതിയാൽ നാം സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിനും അല്ലാഹുവിന്റെ പക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഓരോ ചലനങ്ങളും അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ആകണമെന്ന് പറയുമ്പോൾ, നിങ്ങൾ പറയുമ്പോൾ ഉസ്താദെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനിയെ പോലുള്ള മഹാന്മാരുടെ ജീവിതം ഞങ്ങൾക്കൊന്നും സാധിക്കൂല എന്നൊരു പക്ഷേ പറഞ്ഞേക്കാം. എന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നാം അത് ഉൾക്കൊള്ളുക തന്നെ വേണം. ഒരു മനുഷ്യൻ എത്ര തന്നെ നല്ലത് ചെയ്താലും അതാണ് നമ്മുടെ പ്രശ്നം. ദിക്ർ ദുആന്റെ മജ്‌ലിസ് നമുക്ക് ആവശ്യമായി വന്നത് എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും നല്ലത് തന്നെ ചെയ്തു, അതിൻ്റെ ഇടയിൽ അവനിക്ക് എന്തോ ചില അപാകതകൾ വന്നു എന്ന് സങ്കല്പിക്കുക. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലൗ അഹ്സനൽ ഇൻസാനു അൽ ഇഹ്സാന കുല്ല. ഒരു മനുഷ്യൻ അവന്റെ ജീവിതം മുഴുവനും അങ്ങേയറ്റം ശ്രദ്ധിച്ചുകൊണ്ട് നന്മകൾ മാത്രം ചെയ്തു എങ്കിൽ വക്കാന ഇൻദഹു ദുജാജ, അവന്റെ പരിധിയിൽപ്പെട്ട അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കോഴി ഉണ്ടായിരുന്നു. ആ കോഴിയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ, ആ കോഴിക്ക് വേണ്ടതുപോലെയുള്ള പരിചരണം നൽകാതെ, കോഴിക്ക് ഭക്ഷണം കൊടുക്കുന്ന അവസരത്തിലോ കോഴിയെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട കൂട്ടിലേക്ക് ആക്കാനും കൂട്ടിൽ നിന്ന് ഇറക്കാനും അതിന് വേണ്ടുന്ന ഖിദ്മത്തിന്റെ കാര്യത്തിൽ എന്തോ ഒരു ഉദാസീനത കാണിച്ചു. എന്നാൽ ലം യകും മിനൽ മുഹ്സിനീൻ, അവൻ സന്മാർഗത്തിൽപ്പെട്ട ഒരു വലിയ ഉന്നതനായി എന്ന് പറയാൻ പറ്റില്ല. അവനൊരു സന്മാർഗിയാണ് എന്ന് പൂർണ്ണമായി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എല്ലാം ചെയ്യുന്നവനാണെങ്കിലും ഒരു ജീവി അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന, അതല്ലെങ്കിൽ അവന്റെ മുമ്പിൽ ദൃശ്യമായ ഒരു ജീവി, അതല്ലെങ്കിൽ ഒരു ആട്, അതല്ലെങ്കിൽ ഒരു പശു, കോഴി, ഇങ്ങനെയുള്ള, അതല്ലെങ്കിൽ അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന പൂച്ച എന്നുള്ളതിനേക്ക് അതിന് റേഷനില്ല, അതല്ലെങ്കിൽ അതിന്റെ പഞ്ചായത്തില്ല, അവർക്ക് സംരക്ഷണം നൽകാൻ ഒരു വകുപ്പേ ഇല്ല. ഒരു വകുപ്പില്ലാത്ത സമൂഹമാണ് ഈ പൂച്ച. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെയല്ല. പൂച്ചയുടെ കാര്യം പ്രത്യേകം നിർദ്ദേശിക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ. പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ റമദാനിന്റെ മുമ്പുള്ള ആഴ്ച, ശഅബാനിന്റെ അവസാനം, ബഹുമാനപ്പെട്ട മഹാന്മാരായ അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു തആല അൻഹു അവരുടെ മശായിഖന്മാർ അവരുടെ ശിഷ്യന്മാർക്കും മുരീദന്മാർക്കും പ്രത്യേകം ഒരു ക്ലാസ്, നോമ്പുമായി ബന്ധിച്ച ക്ലാസുകൾ ഉണ്ടാവും. പരിശുദ്ധ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട വലിയൊരു സംഭവമാണ് നോമ്പ് കാലം. ആ നോമ്പിന്റെ മുഖവരിയായി നടത്തപ്പെടാറുള്ള
ആ പ്രസംഗത്തിൽ അവർ പ്രസംഗിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ ആഴ്ചയിൽ നമ്മൾ നോമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് നോമ്പിന്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും നോമ്പുകാരാകണം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധയിൽ വിട്ടുപോകരുത്: നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന പൂച്ചകളിലെ ആ പൂച്ചകൾക്കുള്ള ഭക്ഷണം നിങ്ങൾ നോമ്പുകാരാകുമ്പോൾ അത് നിർത്തപ്പെട്ടു പോകരുത്. കാരണം അവർക്ക് നോമ്പില്ലല്ലോ. നിങ്ങളെ വീട്ടിൽ സ്ഥിരമായി ഭക്ഷണം കഴിക്കാനും മറ്റും സഹകരിച്ച് ജീവിക്കുന്ന ആ പൂച്ചയോട് നിങ്ങൾ കൃപ കാണിക്കണം, കരുണ കാണിക്കണം. അതുകൊണ്ട് പൂച്ചയുടെ ഭക്ഷണം നിങ്ങൾ ഒരിക്കലും വിലക്കരുത്. അത് നോമ്പുകാലത്തും നിങ്ങൾ നിർവഹിക്കണമെന്ന് പറയുന്ന ഒരു പദ്ധതി, അങ്ങനെയുള്ള ഒരു നിർദ്ദേശം ചെയ്യുന്ന ഒരു വകുപ്പ് ഈ ലോകത്ത് ഇസ്ലാമിലല്ലാതെ എവിടെയും കാണുമോ? പരിശുദ്ധ ഇസ്ലാം അങ്ങനെയാണ്. ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ആ പൂച്ചയുടെ കാര്യം നിർദ്ദേശം വേണ്ടതുപോലെ ഈ നിർദ്ദേശം പോലെ ചെയ്തില്ലെങ്കിൽ ഓനെ ചോദ്യം ചെയ്യപ്പെടും. ഇങ്ങനെയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വലിയ പ്രയാസമുള്ള ഒരു ഭീതി നമുക്ക് ആയി നടന്നാൽ പോരല്ലോ. ഇതിനൊരു പരിഹാരം കാണുമല്ലോ. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ കഴിവിന്റെ പരമാവധി ചെയ്തു. ഇബാദത്തെടുത്തു, കോഴി, അതുപോലെ തന്നെ ആട്, അങ്ങനെയുള്ള നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന എന്തെല്ലാം ഉണ്ട് അത് മുഴുവനും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും ഉമ്മയും ഉപ്പയും ഭാര്യയും ഭർത്താവും ഇങ്ങനെ എല്ലാ രോഗികളല്ലാത്തവരും അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ എന്തെങ്കിലും അപാകതകളെല്ലാം വന്നു പോകാൻ സാധ്യത. ഈ അപാകതകൾ വന്നു പോകുമ്പോൾ അതിനെ പരിഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഓഫറുള്ള കാര്യങ്ങൾ അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയാൽ നമുക്ക് കാര്യം പരിഹരിക്കാൻ കഴിയും. ഞാൻ വളരെ ദീർഘമായി ഒരു വിഷയമെടുത്ത് പറയാൻ ഇവിടെ സമയമില്ല, നമുക്കതിൻ്റെ ആവശ്യവുമില്ല. ഇവിടെ സ്ഥിരമായി നടക്കുന്ന ഒരു ദിക്ർ ഹൽക്കന്റെ മജ്‌ലിസാണ് ഒരു ചെറിയ നസീഹത്ത്. അതിനൊരു തുടക്കം കുറിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പലതും ചെയ്യാൻ കഴിയും. കൂടുതൽ ഓഫറുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായി പറയുക, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിസ്കരിച്ചു. മഗ്‌രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, അങ്ങനെ ളുഹർ, അസ്ർ, സുബ്ഹി, അതിന് മുമ്പുള്ള സുന്നത്തുകൾ, ശേഷമുള്ള സുന്നത്തുകൾ, ഇതെല്ലാം നമ്മൾ കൃത്യ അളവിൽ നമ്മൾ ചെയ്തു തീർത്തു. അങ്ങനെയുള്ള അവസരത്തിൽ തന്നെ നമ്മുടെ മുമ്പിൽ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ വല്ലതും നമ്മൾ അറിയാതെ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടാതെ നമുക്ക് രക്ഷപ്പെട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഒന്നും പോരായി വരാതെ നമ്മുടെ പരലോകത്ത് ചെല്ലുമ്പോൾ അതിൽ പൂർണ്ണമായ ഒരു സന്തോഷം A+ നേടണമെങ്കിൽ എന്ത് വേണം? അതിന് നമുക്ക് ഇങ്ങനെയുള്ള മജ്‌ലിസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ദിക്ർ ഹലക്ക സ്വലാത്ത്. കാരണം അതിനൊരുപാട് പ്രതിഫലങ്ങൾ നമ്മൾ ഊഹിക്കാതെ, നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് പ്രതിഫലം അല്ലാഹു തആല ചൊരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു അപാകത വന്നതിനെ, പോരായ്മ വന്നതിനെ, വീഴ്ച വന്നതിനെ പരിഹരിക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് പറയാം, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ഒരു നിർദ്ദേശം, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നൊരു മലക്ക് വന്ന് എന്നോട് പറഞ്ഞു, മൻ സല്ലാ മിൻ ഉമ്മത്തിക സ്വലാത്തൻ കതബല്ലാഹു ലഹു ബിഹാ 10 ഹസനാത്ത്. നബിയേ, നിങ്ങളുടെ ഉമ്മത്തുകളിൽ നിന്ന് ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല അതിന് 10 ഗുണം അവനക്ക് നൽകുന്നു. ഒരു സ്വലാത്തിന് 10 നന്മ ഇവൻ ചെയ്തതിൽ പെടുന്നു. ചെയ്യാനൊരു സ്വലാത്ത് മാത്രമാണെങ്കിൽ 10 ഗുണങ്ങൾ അവൻ ഒറ്റയടിക്ക് ചെയ്തു തീർത്തു എന്ന് അവന്റെ റിക്കാർഡിൽ എഴുതപ്പെടുന്നു. 10 ദൂഷ്യങ്ങളെ അവനിൽ നിന്ന് മാറ്റി നിർത്തത് മായ്ച്ചു കളയുന്നു. 10 പദവികളിൽ അവനിക്ക് മുമ്പില്ലാത്ത പദവികൾ ഏറ്റിക്കൊടുത്തു. എന്താണ് ഇവിടെ ചെയ്തത്? ഒരു സ്വലാത്ത് മാത്രം, ഒരൊറ്റ വട്ടം സ്വലാത്ത് ചെയ്തതുകൊണ്ട് 10 നന്മകൾ ചെയ്തതിന്റെ കൂലി. 10 ദോഷങ്ങളെ ഇവന്റെ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്തി
ആ ദോഷത്തിന്റെ പേരിൽ ഇനി ഇവനെ ചോദ്യം ചെയ്യപ്പെടൂല. ആ ദോഷം ഇവന്റെ പട്ടികയിൽ നിന്ന് മാറ്റി മായ്ച്ചു കളഞ്ഞു. തന്നെയുമല്ല, അവന് മുമ്പില്ലാത്ത 10 ദറജകൾ, സ്ഥാനങ്ങൾ അവനക്ക് അല്ലാഹു തആല നൽകി. ഇത് എത്രമാത്രം വലിയൊരു ഓഫറാണ്. ഒരു സ്വലാത്താണ് ഈ പറഞ്ഞത്. അങ്ങനത്തെ ദിക്റുകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. സ്വലാത്തിനൊരു മുൻഗണന വേണമല്ലോ. ആ സ്വലാത്തിന്റെ മജ്‌ലിസാണ് എന്ന് പറഞ്ഞു, ദിക്റിന്റെ മജ്‌ലിസാണ്, അത് രണ്ടും കൂടിയാണ്. സ്വലാത്ത് എന്നുള്ളത് എല്ലാവർക്കും ചൊല്ലാൻ കഴിയുന്ന കാര്യമാണല്ലോ. ഇത് പ്രായപൂർത്തിയാകാത്തവർക്കും പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കും അതുപോലെ തന്നെ നിസ്കരിക്കാൻ വരെ വിലക്കുള്ള സമയം പറ്റാത്ത സമയത്ത് പോലും സ്ത്രീകൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ സ്വലാത്ത്. ഈ സ്വലാത്തിനെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് ഇവിടെ 3 തരത്തിലുള്ള ബഹുമാനം, ആദരവ്, ഒരു 3 ഓഫറുകൾ ഇവനിക്ക് ലഭിച്ചു. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന അപാകതകളെ നികത്തണമെങ്കിൽ നമ്മുടെ വീട്ടിൽ അതല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ അതിന് കാശ് വേണ്ടേ? അക്കൗണ്ടിലേക്ക് ചെന്നിറങ്ങി 3 സൈസിൽ ഒരേ ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് ഇവന്റെ അക്കൗണ്ട് ഇവിടെ എന്നറിയാൻ പോകുന്നു. അങ്ങനെ 100 വട്ടം സ്വലാത്ത് തന്നെയെങ്കിലും ഒരു ദിവസം ഒരാൾ ചെല്ലല് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇതിന് നമ്മുടെ സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കോ അത് പ്രയാസമുള്ള കാര്യമല്ലല്ലോ. വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ ചുരുങ്ങിയത് 300 വട്ടം സ്വലാത്ത് തന്നെയെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്‌ലിസിലേക്ക് എത്തുന്ന വലിയ ഒരു സംഭവമാണത്. 300 വട്ടം സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലല് അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ അത് ചെയ്തുകൊണ്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ശരീഫിലേക്ക് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുന്ന പ്രത്യേക സംവിധാനവുമുണ്ട്. ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ നിന്നാണെങ്കിലും ആര് സ്വലാത്ത് ചൊല്ലിയാലും അത് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റൗള ശരീഫിലേക്ക് ആ സ്വലാത്തിന്റെ ചെല്ലിയ അഡ്രസ്, സ്വലാത്ത് ചെല്ലിയ സഹോദരന്റെയും സഹോദരിയുടെയും ആരാണോ ചൊല്ലിയത്, എവിടെ നിന്നാണോ ചൊല്ലിയത്, ഏത് പർവ്വതത്തിൽ നിന്നാണോ ചൊല്ലിയത്, സമുദ്രത്തിൽ നിന്നാണോ ആകാശത്തിൽ നിന്നാണോ ഭൂമിയിൽ നിന്നാണോ എവിടെ ഇരുന്ന് ചൊല്ലിയാലും അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്‌ലിസിൽ 2 മലക്കുകളുണ്ട്. ആ 2 മലക്കുകൾ നിരന്തരമായി അവർക്കുള്ള തൊഴിലാണ് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അത് എത്രയും ദൂരത്തുള്ളതും അത് അടുത്തുള്ളതുപോലെ വയർലെസ്, ഒരു പ്രത്യേക ഇലാഹിയായ വയർലെസ് ആണ്. ആ ലോകത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്ന സ്വലാത്ത് ഈ മലക്കുകൾ കേൾക്കുമെന്നും അത് അല്ലാഹുവിന്റെ റസൂലിലേക്ക്, ഇതാ നബിയേ, അല്ലാഹുവിന്റെ റസൂലിലേക്ക് തന്നെ എന്റെ ഉമ്മത്തിന്റെ അമലുകൾ അത് എന്നിലേക്ക് നേരിട്ടെടുത്ത് കാണിക്കപ്പെടുന്നു. അതിന്റെ പുറമെ മലക്കുകൾക്ക് സ്വലാത്തിന് വേണ്ടി പ്രത്യേക നിർദ്ദേശമാണ്. ആ സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ഇന്ന കുടുംബത്തിൽപ്പെട്ട ഇന്ന വീട്ടിൽ നിന്ന് ഇന്ന പഞ്ചായത്തിൽ നിന്ന് അതല്ലെങ്കിൽ ഇന്ന മഹലിൽ നിന്ന് ഇന്ന സ്ഥലത്ത് വെച്ച് നബിയേ നിങ്ങൾക്കിത് സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പിൻകോഡ് അതല്ലെങ്കിൽ അവന്റെ നമ്പർ അടക്കം അവന്റെ ഫുൾ അഡ്രസ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേക സംവിധാനമുണ്ടെങ്കിൽ എന്തുകൊണ്ട് സഹോദര സഹോദരി നമുക്ക് സ്വലാത്ത് ചൊല്ലിക്കൂടാ? സ്വലാത്തിന്റെ മജ്‌ലിസ് നമുക്ക് പങ്കെടുക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെടാൻ എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ശ്രദ്ധേയമാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ റസൂലിനോട് നമുക്ക് എത്രമാത്രം ബന്ധമാണ്. സിറുൽ കായിനാത്ത്, സൃഷ്ടികളുടെ മുഴുവൻ ഭാവിയും പുരോഗതിയും ആ റസൂലിൽ നിന്ന് മാത്രമാണുള്ളത്. സിറുൽ കായിനാത്ത് എന്ന് പറഞ്ഞാൽ മഖ്ലൂഖാത്തിന്റെ ബറക്കത്ത്. നമ്മൾ ഓരോ വ്യക്തികളും ബറക്കത്തും പുരോഗതിയും ആഗ്രഹിക്കുന്നവരല്ലേ? ബിസിനസ്സുകാരാണ്,
കച്ചവടക്കാരാണ്, ജോലിക്കാരാണ്, കൃഷിക്കാരാണ്, അതൊന്നുമല്ലാത്തവരാണ്. എല്ലാ ആളുകൾക്കും ബറക്കത്തും പുരോഗതിയും, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വർധനവ്, അതല്ലെങ്കിൽ പുരോഗതി, ആ പുരോഗതി നമുക്ക് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാത്ത ആളുകളില്ലല്ലോ. എന്നാൽ പുരോഗതിയുടെ ഹെഡ്, ആ പുരോഗതി ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. കാരണം ഏത് ഭാഗത്തേക്കാണോ അല്ലാഹു തആല അനുഗ്രഹം ചൊരിക്കാൻ പോകുന്നത്, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് മാമിൻ നിഅമത്തിൻ തസ്ലു ലി അഹദിൻ വലൗ കാന കാഫിറാ ഇല്ലാ ബിവാസിതതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം അല്ലാഹു തആല ഇറക്കുന്നുവെങ്കിൽ ആ അനുഗ്രഹം, അത് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഇറക്കുന്ന അനുഗ്രഹം, അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ടച്ച് ചെയ്യാതെ ഈ ലോകത്തേക്ക് ഒരു നിലക്കുള്ള റഹ്മത്തും അല്ലാഹു തആല ഇറക്കി വിടുന്നില്ല. വലൗ കാന കാഫിറാ. ഇവിടെ അവിശ്വാസികൾക്കും വേണമല്ലോ ജീവിക്കുക, അവർക്കും വേണമല്ല ഭക്ഷണം, അവർക്കും കിണത കുത്തിയാൽ വെള്ളം കാണണമല്ലോ. എന്നാൽ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അത് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ടച്ച് ചെയ്തുകൊണ്ട് ആ റസൂലിന്റെ അടുക്ക് ചെന്നുകൊണ്ട് അത് സമ്മതം വാങ്ങിയിട്ടേ അത് വിതരണം ചെയ്യുന്നുള്ളൂ. അത്രയും വലിയ നേതൃത്വമാണ് ആ ഭാഗത്തുള്ളത്. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി അതാണ് സിറുൽ കായിനാത്ത്, സൃഷ്ടികളുടെ ബറക്കത്ത്, പുരോഗതി, അത് ആ നബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ബന്ധപ്പെടാനുള്ള മാധ്യമം, അതിനുള്ള പ്രത്യേക നിർദ്ദേശം സ്വലാത്താണ്. ഈ സ്വലാത്ത് നമ്മൾ മാത്രമല്ല, ഈ സ്വലാത്തിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കുന്ന കക്ഷികൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതര ജീവികളും സ്വലാത്തിന്റെ കാര്യം പഠിച്ചവരാണ്. ആ സ്വലാത്തിന്റെ കാര്യം നബിന്റെ മുമ്പിൽ കൂടെ ഒരു വ്യക്തി ഒരു മാനിനെ വേട്ടയാടിക്കൊണ്ട് പോവുകയാണ്. മാനിന്റെ കാര്യം പിടിച്ച് വേട്ടയാടി അവൻ ഇങ്ങനെ കൊണ്ടുപോകുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ ഈ മാൻ അവിടെ നിന്നു സംസാരിക്കാൻ തുടങ്ങി. അല്ലാഹു തആല ഈ ലോകത്ത് മനുഷ്യന്മാർക്ക് സംസാരിക്കാൻ കൈ കൊടുത്ത അല്ലാഹു അല്ലേ? അല്ലാഹു തആല നൽകി ആ മാനിന് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്ത മാൻ നബിയോട് യാ റസൂലല്ലാഹ്, ഒരു കാര്യം പറയാണ് നബിയെ, നിങ്ങളെ കിട്ടിയത് വലിയ ഒരു കോളായിപ്പോയി. ഞാൻ ആരോട് പറയണമെന്ന് നിങ്ങൾക്ക് നിൽക്കുകയാണ്. വളരെ സന്തോഷം. എന്താ പ്രശ്നം? സംസാരിക്കുകയാണ് മാൻ. നബിയെ, എന്നെ ഈ മനുഷ്യൻ വേട്ടയാടിക്കൊണ്ട് കൊണ്ടുപോവുകയാണ്. എനിക്ക് ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, ചെറിയ മക്കളുണ്ട് നബിയെ. അവർക്ക് പാൽ കൊടുക്കാൻ വേണ്ടി ഞാനല്ലേ ഉള്ളൂ ഉമ്മ. എന്തൊരു കൃപയുള്ള വാക്കാണ് ബഹുമാനപ്പെട്ട മഹദികളെ, സഹോദരന്മാരെ. ആ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാനുള്ള കൃപ എനിക്കല്ല അധികാരമുള്ളൂ. അതിന് ഞാൻ മനക്കിടണ്ട നബിയേ. അതുകൊണ്ട് ഞാനിതാ എന്റെ മൊരയിൽ പാല് നിറഞ്ഞിരിക്കുന്നു. എന്റെ മക്കൾക്ക് ഞാൻ പാല് കൊടുത്ത് തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ മാൻ അപേക്ഷ നൽകിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കും, നമുക്ക് വേണ്ട ചെയ്യാം, ഇദ്ദേഹത്തിന്റെ അപേക്ഷ നമ്മൾ സ്വീകരിക്കണം. നബി ചോദിച്ചു, നീ പറഞ്ഞുവല്ലോ ഞാൻ പാല് കൊടുത്ത് തിരിച്ചു വരാൻ നബിയെ എന്ന്. തിരിച്ചു വന്നില്ലെങ്കിൽ എന്താക്കും? നബി അങ്ങോട്ട് ചോദിച്ചു. ഇതിന്റെ സത്യാവസ്ഥ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഇപ്പോൾ ഇതാ നമ്മുടെ കോളേജിൽ, അതല്ലെങ്കിൽ പലവട്ടം നിങ്ങൾ കേട്ടതായിരിക്കും, ഇതാ വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നീ ഈ പാല് കൊടുക്കാൻ വേണ്ടി ഞാൻ നിനക്ക് ഒരു കഫീലായി നിന്നുകൊള്ളാം. പക്ഷേ വേട്ടയാടിയ വ്യക്തിൻ്റെതാണ് ഈ സാധനം, അവനാണ് ഇതിന്റെ ഉടമ. അതുകൊണ്ട് ഒരു നിലക്കും ഞാനത് ഏറ്റെടുക്കുമ്പോൾ എനിക്കതിന് ഉറപ്പ് തരണം. പാല് കൊടുത്ത് നീ തിരിച്ചു വന്നില്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യും? ഞാനത് നിന്റെ അഭയസ്ഥാനം എവിടെയാണ്? നീ ഏത് കാട്ടിലാണ് ജീവിക്കുന്നത്? അതല്ലെങ്കിൽ നിന്റെ വീട് എവിടെയാണ് എന്നൊന്നും എനിക്കറിയില്ല. അതേ അവസരത്തിൽ ഇമാം പറയുകയാണ്,
ഇല്ലം ഔദ് ഫലഅനനില്ലാഹു കമൻ തുദ്കറു ബൈന യദൈഹി ഫലാ യുസല്ലി അലൈക്. നബിയേ, ഞാൻ പാല് കൊടുത്ത് തിരിച്ചു വന്നില്ലെങ്കിൽ, അസ്റഫുൽ ഖൽഖായ നബിയേ, നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വലാത്ത് ചെല്ലാത്ത വ്യക്തികൾക്ക് അള്ളാഹുവിന്റെ വക്കിൽ നിന്ന് ലഅനത്തുണ്ടാകുമെന്ന ഹദീസിലുണ്ടല്ലോ. മാൻ പറയുക റസൂലുള്ളാഹിനോട്, സംഭവം അത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാത്ത വ്യക്തികൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ലഅനത്താണ്, റഹ്മത്തല്ല. ആ പറയുന്ന അതേമാതിരിയുള്ള ലഅനത്ത് എനിക്ക് വന്നുകൊള്ളട്ടെ. ആരാണ് ഈ പറഞ്ഞത്? മാൻ. ഞാൻ പറഞ്ഞതുപോലെ എന്റെ മക്കൾക്ക് ഞാൻ പാല് കൊടുത്ത് തിരിച്ചു വന്നില്ലെങ്കിൽ, നിങ്ങളെ പേര് പറയുമ്പോൾ നബിയെ ആ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അവൻ മൽഊനാണ്, അവന്റെ പക്കൽ അവനിക്ക് അല്ലാഹുവിന്റെ പക്കൽ നിന്ന് ശാപമുണ്ടാകുമെന്ന് നബിയെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അതുപോലെ തന്നെയുള്ള ശാപം എനിക്ക് വന്നുകൊള്ളട്ടെ. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ലൈനായി കൊള്ളട്ടെ, നിങ്ങൾ എന്നെ ലൈനത്ത് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞ് സംഭവം കഴിയുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട നസറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, നബിയേ, അല്ലാഹു തആല നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, സ്വലാത്ത് മജ്ലിസാണ്. അതല്ലെങ്കിൽ സ്വലാത്ത് കൊണ്ട് ഞാൻ ദിക്റിന്റെ മജ്ലിസിനെ തുടങ്ങിയതാണ്. കൂടുതൽ നീട്ടി പരത്തി പറയേണ്ടതില്ല. അതിന്റെ ശേഷം അങ്ങോട്ട് പല ദിക്റുകളും പറയാനുണ്ട്. ആ സ്വലാത്തിന്റെ ബഹുമതിയെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഇടയിൽ തീരെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഇവിടെ നടക്കുന്ന ആട്, അതല്ലെങ്കിൽ പശു, അതല്ലെങ്കിൽ കാള, പോത്ത്, എരുമ, ഇങ്ങനെയുള്ള ജീവികൾക്ക് വരെ ഇതിൽ താല്പര്യമുണ്ട് എന്നും അവർക്ക് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് എന്നും വരുമ്പോൾ ഈ സ്വലാത്തിന്റെ മഹത്വം എത്രയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ജിബ്രീൽ പറയുന്നു, നബിയേ, ഈ സംഭവം അല്ലാഹു തആല ദാ നേരിട്ട് കണ്ട് ഇതാ നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു. ഈ മാൻ ഇപ്പോൾ കാണിച്ചതായ അവരുടെ മക്കളോട് കാണിച്ചതായ കിർഫയില്ലേ, അതിനേക്കാൾ കിർഫയുള്ള ഒരു വലിയ കിർഫയുള്ള ആളാണ് ഞാന്. വഇസ്സതി വജലാലി ലഖദ് കുൻതു അർഹമു ബി ഉമ്മതിക മിൻ ഹാദിഹിൽ ലബിയതി ബി ഔലാദിഹാ വഅനാ അറുദ്ദുഹും ഇലൈക കമാ റജഅത്തിൽ ലബിയതു. ഈ മാന്, ആ മാനിന്റെ കുട്ടികളോട് കൃപ കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പൂർണ്ണമായി പുറമിട്ട് വാങ്ങി അതാ ചെന്ന് മുല കൊടുത്ത് തിരിച്ചു വന്നില്ലേ, അതല്ലെങ്കിൽ തിരിച്ചു വരുമെന്ന് ഉറപ്പ് പറഞ്ഞല്ലോ. ആ നിരക്കുള്ള കൃപ ആ ഉമ്മാക്കുണ്ടായല്ലോ. ആ മാന് ആ കുട്ടികളോട് കൃപ കാണിച്ചതുപോലെ അതിനേക്കാൾ വലിയ കൃപ ചെയ്യുന്ന ആളാണ് നിങ്ങളെ ഉമ്മത്തിനിക്ക് ഞാൻ എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഞാനിതാ നബിയേ, നിങ്ങളെ ഉമ്മത്തിന് ഇതിനേക്കാൾ വലിയ കൃപ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഈ മാനിന്റെ ഉമ്മയിലേക്ക് ആ മാൻ ഓടിച്ചെന്ന് രണ്ടാമത് വീണ്ടും അവരുടെ കുശലങ്ങളെല്ലാം പറഞ്ഞു. അവൻ ഇതാ ഞാൻ തെറ്റി ഞാനിതാ മറ്റൊരാളെ കയ്യിലേക്ക് നീങ്ങുകയാണ് എന്ന് പറഞ്ഞെല്ലാം പോന്നില്ലേ. അവർ തമ്മിൽ കണ്ടതുപോലെ നിങ്ങളെ ഉമ്മത്തും മുഴുവനും നിങ്ങളെ മുമ്പിലേക്ക് ഈ മാൻ അതിന്റെ മക്കളിലേക്ക് ചെന്നെത്തിയതുപോലെ നിങ്ങളെ ഉമ്മത്തിന് മുഴുവനും ഞാൻ നിങ്ങളെ ഹദറത്തിലേക്ക് നല്ല സന്തോഷത്തിൽ എത്തിക്കും നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ആ ഒരു കരുണയുള്ള ഒരു പ്രഖ്യാപനം നാം മനസ്സിലാക്കണം. ലൈനത്ത് ചെല്ലും സ്വലാത്ത്, നബിന്റെ പേര് കേൾക്കുമ്പോൾ അതിന് മറുപടിയായി സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ ലൈനത്ത് ചെല്ലപ്പെടുമെന്ന് പറഞ്ഞത് പ്രത്യേക ക്ലാസ്സിൽ തീർത്ത് പഠിപ്പിച്ചതല്ലോ ഈ മാന്. അതാണ് ഈ ലോകത്തിന്റെ സ്വഭാവം. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബന്ധം അതാണ്. അതുകൊണ്ട് ഇത് ഒരു വലിയ സംഭവമാണ്. ദിക്റിന്റെ മജ്ലിസ്, സ്വലാത്തിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു അങ്ങനെ ഒരു തമാശ പോലെയാക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമ, എന്നോട് ഖിയാമത്ത് നാളിൽ എന്നോട് നേരിട്ട് അടുക്കാൻ പലർക്കും ആവശ്യമാണ്.
ഞാൻ എന്റെ സഹായം കൂടാതെ അവിടെ ഒന്നും നടക്കൂല. അവിടെയുള്ള പൂർണ്ണ ഉത്തരവാദിത്വം മാനേജ്മെന്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്നു. എന്നാൽ എന്നെ ഒന്ന് കാണണം, ഒരു രക്ഷ ലഭിക്കണമെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവനിക്കൊരു ഐഡന്റിറ്റി കാർഡ് വേണ്ടേ? അതേതാ? അതാണ് എന്നോട് ഖിയാമത്ത് നാളിൽ ഏറ്റവും അടുത്തു കൊണ്ടുവരാൻ നല്ല ധൈര്യത്തിൽ, ആരെയും ചോദ്യം ചെയ്യാതെ മലക്കുകളെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് എന്നിലേക്ക് അടുക്കാൻ കഴിയും. അക്സറുഹും മരിയ സ്വലാ, എന്നിലേക്ക് എന്റെ മേല് സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുകൾ, സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നസായിന്റെ റിവായത്താണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഞാൻ പറയുന്നത്, നമ്മൾക്ക് വല്ല അപാകതയും വന്നു പോകാം, എന്തെങ്കിലും വല്ല പോരായ്മകളും മനുഷ്യന്റെ ഭാഗത്തിൽ നിന്ന് വന്നു. പക്ഷേ കൂടുതൽ ഓഫറുകളുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇതാണിപ്പോൾ എന്റെ വിഷയം. അത് പറഞ്ഞ് നിർത്തണം. ഇൻഷാ അല്ലാഹ് സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് മറ്റു പല അവസരങ്ങൾ നോക്കാലോ. തൊബറാനി റിവായത്ത് ചെയ്യുന്നു, മാമിൻ റജുലിൻ യുസല്ലി അലൈഹി മിഅത മറ, ഒരു മനുഷ്യനും ആരെങ്കിലും ഒരു മനുഷ്യൻ എന്റെ മേലിൽ 100 വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല അല്ലാഹു തആല അവനക്ക് പുറത്തു കൊടുക്കലല്ലാതെ വേറെ ഒരു മാർഗം അവിടെ ഇല്ല. പുറത്തു കൊടുക്കണ്ടേ? പാപങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലുള്ള പൂച്ചകൾക്ക് നീ ഭക്ഷണം കൊടുത്തില്ലെന്ന് ചോദിച്ചാൽ നമ്മൾ പൂച്ചനെ പറ്റി ചിന്തിച്ചിട്ടില്ലല്ലോ പഠിച്ചവനെ. എന്തുകൊണ്ട് ചിന്തിച്ചില്ല? നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ചുറ്റുഭാഗത്തും പാലുകൊണ്ട് വെറുതെ അറിയുന്ന പൂച്ച നോമ്പുകാലത്ത് അവനിക്ക് ഭക്ഷണം വേണ്ട എന്ന് നീ ചിന്തിക്കേണ്ടതല്ല. എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ചോദ്യം ചെയ്യും. അങ്ങനത്തെ ചോദ്യം വരുന്ന അവസരത്തിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല പോയിന്റ് വേണം, നല്ല പാക്കറ്റ്, അല്ലെങ്കിൽ നല്ല കിറ്റ് വേണം. അതാണ് ഈ സംഭവം. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ബഹുമാനപ്പെട്ട മഹാന്മാർ ഈ പറയപ്പെട്ട വലിയ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസ്, തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു വലിയ സംവിധാനമാണ്. റൗള ഷരീഫിലേക്ക് ലോക മുസ്ലിങ്ങളുടെ പേരുകൾ മുഴുവനും അതെങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. സ്വലാത്തിന്റെ വകുപ്പിൽ വിശേഷിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ദിക്ർ ദുആന്റെ മജ്‌ലിസ്, ഇതെല്ലാം നമ്മുടെ അബൂബക്കർ യമാനി ഉസ്താദിന്റെയോ അതല്ലെങ്കിൽ അതുപോലത്തെ ആരെങ്കിലും കെട്ടിപ്പടുത്തുണ്ടാക്കിയതല്ല. ഇതെല്ലാം നമ്മൾക്ക് ആവശ്യമുള്ള, ഒന്നുകൂടി പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ ഒതുക്കി നിർത്താൻ വേണ്ടി നമ്മൾക്ക് ഇവിടെ വല്ലതും ചെയ്യാനുണ്ട്. നല്ല മതപഠനത്തിന് വേണ്ടിയുള്ള നല്ല സുന്നത്തെ മതത്തിന്റെ നല്ല ക്ലാസുകൾ, തറാവീഹ് 20, അതുപോലെ തന്നെ തപസ്സുൽ ഇസ്തിഗാസ, അങ്ങനെയുള്ള ക്ലാസ്സൊക്കെ നടത്തണം. എന്നാൽ സുന്നത്തെ മതത്തെ ആ ക്ലാസ് ഏതായാലും വേണം. ആ ക്ലാസ് ഇവിടെ ഫലം ചെയ്യാൻ കാണുന്നില്ലല്ലോ. ഇത് ഫലം ചെയ്യാൻ വേണ്ടി നമുക്ക് വല്ല മാർഗവുമുണ്ടോ? ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീനെ തൊട്ട് ഇമാം തൈമി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല അലാമത്തു അഹ്ലി സുന്നത്തി കസ്റത്തു സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലി സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം അത് നമ്മളിൽ അത് ഒതുങ്ങി നിൽക്കുമെന്നുള്ള ഒരു കരുത്ത്, ധൈര്യം ഉണ്ടാകണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചോളൂ. അതേ അതിന് മാർഗമുള്ളൂ. സ്വലാത്ത് എന്ന് മാത്രമല്ല, തന്നെയുമല്ല, ഒന്നുകൂടി പറഞ്ഞാൽ ഞാൻ സ്വലാത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഏതൊരാൾക്കും എന്ത് പ്രശ്നം വന്നാലും അല്ലാമ അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു തആല പറയുന്ന ഒരു ഒറ്റ മൂലിക അതുകൂടി പറഞ്ഞ് ഞാൻ സ്വലാത്ത് നിർത്തുകയാണ്. എന്തെങ്കിലും പ്രശ്നം വരുമല്ലോ, പല നിലക്കുള്ള മക്കളുടെ കാര്യത്തിലും പിയാപ്പിളാരുടെ കാര്യത്തിലും, പെമ്മക്കളെ പിയാപ്പിളാരുടെ കാര്യത്തിലും, ആമക്കളെ ഭാര്യമാരുടെ കാര്യത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സഹിക്കാൻ കഴിയാത്ത, അതൊന്നും ഒരു മനസ്സിനോട് പറയാൻ പറ്റാത്ത വലിയ പ്രശ്നമുള്ള കാര്യം വരുമ്പോൾ ആ പ്രശ്നങ്ങൾ നേറുന്ന എന്ത് പ്രശ്നം വരികയാണെങ്കിലും ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു തആല പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നേറുന്ന പ്രശ്നം വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ വേഗം 1000 വട്ടം സ്വലാത്ത് ചൊല്ലി തീർത്താൽ ആ പ്രശ്നത്തിനൊരു പരിഹാരമായി.
കെട്ടടങ്ങി ഇവന്റെ മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ പ്രശ്നത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയാണല്ലോ. അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി അതിന് ഒരു കെട്ടടങ്ങി മാതിരി തീയിൽ വെള്ളം ഒഴിച്ചതാച്ചാൽ എങ്ങനെയാണോ കെട്ടടങ്ങി നമുക്ക് പരിഹരിക്കാം. 1000 വട്ട സ്വലാത്ത് ആ വീട്ടിലുള്ള മക്കൾക്ക് ഭാഗിച്ചാൽ പോരെ. 10 ആളുണ്ടെങ്കിൽ ഓരോരുത്തർ 10 വട്ടം ചൊല്ലിയാ പോരെ. അതുപോലെ തന്നെ സഹോദരന്മാരെ 10 ആള് പോരെ, 100 വട്ടം അല്ലേ? ഓരോരുത്തർ 100. ഓരോരുത്തർക്ക് വിധിച്ച ചെറിയ കുട്ടികൾക്ക് വരെ അതെല്ലാം കഴിയുമല്ലോ. കാരണം അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട് ഇവന്റെ പ്രശ്നം വന്നപ്പോൾ ലോകത്തിന്റെ അനുഗ്രഹം അല്ലാഹുവിന്റെ റസൂൽ മുഖേന ഇവിടെ സപ്ലൈ ചെയ്യുന്നുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ദസൂഖി പറഞ്ഞില്ലേ? ആ സപ്ലൈയുടെ കാര്യത്തിൽ ഇവിടെയുള്ള വലിയ കേന്ദ്രമായ അല്ലാഹുവിന്റെ റസൂലിലേക്ക് 1000 വട്ട സ്വലാത്ത് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ഈ പ്രശ്നം അത് പല ടെസ്റ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്താണ് പ്രശ്നമെന്ന് അറിയില്ല. കിഡ്നിയിൽ കല്ല്. ഒരു സ്കാൻ നോക്കുമ്പോൾ കല്ലല്ല, വേറെന്തോ ഒരു സാധനമാണ്. മറ്റൊരു സ്കാൻ നോക്കുമ്പോൾ എന്താണെന്ന് പറയാൻ പറ്റില്ല, ഒരു പുകയാണ്. ഏതായാലും അതെല്ലാം കൂടി ഇടങ്ങേറ് തന്നെയാണ്. അതെന്തെങ്കിലും ആക്കണമല്ലോ റബ്ബേ. കീറാതെ കഴിച്ചിലേക്ക് കിട്ടണം. കീറിയാൽ തന്നെ അതൊരു ഒരു ചികിത്സാ മുറയായി മാറണം. എങ്കിൽ അതിന് 1000 വട്ട സ്വലാത്ത് പെട്ടെന്ന് ചൊല്ലി അതിന്റെ ഉസ്താദന്മാരെ, അതല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദന്മാരെ, പള്ളിയുള്ള ഉസ്താദന്മാരെ, അതല്ലെങ്കിൽ കോംപ്ലക്സിലുള്ള മുത്താലിമികൾ അങ്ങനെ തെരഞ്ഞെടുക്കണ്ട. തെരഞ്ഞു നടന്ന് ചെല്ലുക, അത് നല്ല കോൾ ഉണ്ടാവും. അവനവന്റെ പുരയിൽ നിന്ന് 100 വട്ടം 1000 വട്ടം സ്വലാത്ത് ചെല്ലാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ കേരളത്തിലില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ പരിഹരിക്കാനും കൂടെ നമുക്ക് ഇങ്ങനെയുള്ള മജ്‌ലിസ് ഉപകാരപ്പെടണം. അതിനെപ്പറ്റി പഠിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഉപയോഗപ്പെടുത്തിയത്. മജ്‌ലിസുൽ ദിക്രി യുകഫിറു 70 മജ്‌ലിസൻ മിൻ മജാലിസിൽ. ഒരു ദിക്റിന്റെ മജ്‌ലിസ്, ഇതുപോലുള്ള സ്വലാത്ത്, അതുപോലെ തന്നെ തഹ്ലീൽ, ഇവിടെ സ്വലാത്ത് ചെല്ലാൻ പോവുകയാണ്. ദിക്ർ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഏൽപ്പിച്ച ദിക്ർ ഇജാസത്തോടു കൂടെ ഇവിടെ നടക്കാൻ പോവുകയാണ്. എന്താണ് നടന്നാലുള്ള ഗുണം? മജ്‌ലിസുൽ ദിക്രി അത്താ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ദിക്റിന്റെ മജ്‌ലിസ് യുകഫിറു 70 മജ്‌ലിസൻ മിൻ മജാലിസിൽ ലഹു. അനാവശ്യമുള്ള മജ്‌ലിസിൽ എവിടെയെല്ലാം 70ഓളം സ്ഥലത്ത് പങ്കെടുത്ത വ്യക്തിക്ക് ഒരൊറ്റ മജ്‌ലിസിൽ പങ്കെടുത്താൽ അത് മുഴുവനും വായിച്ചു കളയപ്പെടും. അപ്പൊ അതുകൊണ്ട് അനാവശ്യത്തിൽ കൃത്യമായിട്ട് പോവുക, എവിടെങ്കിലും സ്വലാത്തുണ്ടെങ്കിൽ അതിനും പോകാൻ അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമുക്ക് ഇത് പെട്ടെന്ന് നമുക്കൊരു വലിയ പ്രതീക്ഷ തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് ഓഫറുകളുള്ള സ്വലാത്തും ദിക്റുകളും നമ്മുടെ സ്ഥാപനത്തിൽ അത് സ്ഥാപിച്ചു. അതിവിടെ ഡയലി ഓരോ മാസത്തിലൊരിക്കലേ, ഒരു മാസമൊരിക്കൽ അത് നടത്തുകയാണ്. ഇന്നതിന്റെ തുടക്കമാണ്. അതിനെ സംബന്ധിച്ച് അല്പം ചില കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. لأنكم قوم سوء لا تطيعون. അല്ലാഹുവിന്റെ മഹാന്മാരായ ആളുകൾ, ദിക്ർ കൊണ്ട് സോലായ ആളുകൾ ഈ ലോകത്ത് നടന്നുകൊണ്ട് അവരുടെ ഒരു മഹനീയ സാന്നിധ്യം നമ്മൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ, ദിക്ർ ചൊല്ലുന്ന മഹാന്മാരായ ആളുകൾ, ബഹുമാനപ്പെട്ട അലിയിൽ കൂഫിയെ പോലുള്ള മഹാന്മാർ, ഖുതുബുൽ അഖ്താബിനെ പോലുള്ള മഹാന്മാർ, നമ്മുടെ നാട്ടിൽ തന്നെ അറിയപ്പെട്ട ഒരുപാട് ഔലിയാക്കന്മാരുണ്ട്. അങ്ങനെയുള്ള മഹാന്മാർ ദിക്ർ ചൊല്ലാൻ വേണ്ടി നേതൃത്വം കൊടുത്ത, ദിക്ർ ചൊല്ലി തീർത്ത അങ്ങനെയുള്ള ഒരു സംഭവം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അതിന്റെ ഒരു ബാച്ചാണ്, അതിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ, അതുപോലെ തന്നെ ഇടയ്ക്കിടെ സുന്നത്ത് നോറ്റുകൊണ്ട് ഈ കാര്യത്തിലേക്ക് ഒന്നുകൂടി കനം കൂട്ടുന്ന ഒരു സംഭവം ഈ ലോകത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇതാ അറഫാ നോമ്പ് വരാൻ പോകുന്നു. അതുപോലെ തന്നെ വ്യാഴം വെള്ളിയിലെ നോമ്പ്, അങ്ങനെ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ ഇവിടെ ബാക്കിയുണ്ട്. അതെല്ലാം നിർവഹിച്ചില്ലെങ്കിൽ, അതിൽ പങ്കുകൊള്ളുന്നില്ലെങ്കിൽ സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ, لأنكم قوم سوء لا تطيعون. ആ ദിക്ർ ദുആന്റെ മജ്‌ലിസും
അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സുന്നത്ത് നോമ്പുകൾ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അർദ്ധരാത്രിയിലായിരിക്കും ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളകാൻ തുടങ്ങിയാൽ സുഹൃത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നിനും കൈയില്ല. അതിനെ മാറ്റി പറയാൻ വേണ്ടി ആരുമില്ലല്ലോ. ആർക്കും സാധിക്കാത്ത നിലക്കുള്ള വലിയ വലിയ ജലപ്രളയം, അതല്ലെങ്കിൽ ഭൂമി കുലുക്കും, അതല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് ഈ ലോകം നശിച്ചു പോകും. കാരണം ലീ അന്നക്കും ഖൗമുസൂ ഇല്ലാ തുതീഊനാ, നിങ്ങൾ പൊതുവെ നല്ലത് ചെയ്യുന്നവരല്ല, അതുകൊണ്ട് നല്ലത് ചെയ്യാത്തവർക്ക് ലഭിക്കുന്ന ആ ശിക്ഷ ഇങ്ങോട്ട് ഇളക്കി വിടും. അതുകൊണ്ട് ദിക്ർ ദുആന്റെ മജ്‌ലിസിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിനെയും നമ്മുടെ സഹോദരന്മാരെയും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെയും നമ്മുടെ സ്ഥാപനങ്ങളെയും പൂർണ്ണമായി രക്ഷപ്പെടുത്താനുള്ള ഈ സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തി ഇതിൽ ഇഖ്ലാസോടുകൂടെ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് സംഭാവനകളും മറ്റും ചെയ്തുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ദിക്റിന്റെ അതിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തആല മഹാന്മാരായ ഔലിയാക്കൾ ഉപയോഗപ്പെടുത്തിയ ദിക്റുകൾ, അതുപോലെ തന്നെ സ്വലാത്തുകൾ ഇവിടെ ചെല്ലുമ്പോൾ അതിൽ സജീവമായി ഉച്ചത്തിൽ നാവ് കൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് നല്ല മനസ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളതിൽ പൂർണ്ണമായി സഹകരിച്ച് പൂർണ്ണമായി നിങ്ങളുടെ മനസ്സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.